സ്പീഡ് 400 വെച്ച് നോക്കുമ്പോൾ എക്സിന് കുറച്ചുകൂടെ സസ്പെൻഷൻ ട്രാവൽ ട്രയംഫിൻ്റെ ഒരു ചെറിയ ബൈക്കാന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പിന്നെ കുറച്ച് ആക്സറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. സർവീസ് കോസ്റ്റ് വരുന്ന ഒരു ട്വസ്റ്റ് ഇതിൻ്റെ പ്രൈസ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഞാൻ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞുതരാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പീഡ് 400 400X ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ്. ഉള്ള ടൈം കൊണ്ട് നമുക്ക് മാക്സിമം ഒന്ന് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ നമുക്ക് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് 400 തുടങ്ങാം. സ്പീഡ് 400 നമ്മളിപ്പം ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല ഒരു ഒരു റെട്രോ ഫീലിലുള്ള ഒരു ഹെഡ്ലൈറ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് മറ്റേ ട്രയംഫിൻ്റെ ലോഗോയും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടി കണ്ടില്ലേ, നല്ല രസമുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ഫീലാണ് ഇത് കൊടുക്കുന്നത്. 43mm അപ്സൈഡ് ഡൗൺ ഫോർക്കും ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം എനിക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഇതിനകത്ത് വരുന്നത്. നോക്കുന്ന ടൈമിൽ അലോയ്സ് ആണ് വരുന്നത്, മറ്റേ സ്പോക്ക് വീൽസ് വരുന്നില്ല, അലോയ്സ് ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രിപ്പിങ് തരുന്ന ഒരു ടയറാണെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ട് വരുമ്പം നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. ഇവിടെ മറ്റേ ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റാണ് ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ട്രയംഫിൻ്റെ ലോഗോയും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ട്രയംഫും ബജാജും കൂടെ ചേർന്നിട്ട് ഇറക്കിയാണെങ്കിലും അത്യാവശ്യം ഇതൊരു ട്രയംഫിൻ്റെ ഒരു ഓൺ ബൈക്കായിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ടാങ്ക് നോക്കുന്ന ടൈം ഇതിൻ്റെ ടാങ്കിൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ടില്ലേ, ഇത് മെറ്റൽ ടാങ്ക് കേട്ടോ വരുന്നത്. ഇവിടെ നോക്കുന്ന ടൈം അത്യാവശ്യം നല്ല ഷൈനിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് വരുന്നിടത്ത് ട്രയംഫ് എന്ന് ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ സൈഡിലായിട്ട് മറ്റേ നമ്മൾ സാധാരണ വലിയ ട്രയംഫിലൊക്കെ കാണുന്ന പോലത്തെ ഫ്യൂൽ ലിഡില്ലേ, അത് വരുന്ന ഒരു സൈഡിലായിട്ടാണ്, അല്ലാതെ സെൻട്രലായിട്ടല്ല നമ്മൾ സാധാരണ ട്രയംഫിൽ കണ്ടുവരുന്ന പോലെ. ഇതിന് നമ്മുടെ മിറേഴ്സ് വരുന്നുണ്ടില്ലേ, ഒരു ബാറൻ മിറർ ഇതിനകത്ത് വരുന്നത്, റൗണ്ട് ഷേപ്പായിട്ടുള്ള ഒരു അത്യാവശ്യം വലിയൊരു മിററാണ് കേട്ടോ. ബാറൻ മിററാന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല മിററാന്ന് വരുന്നത്. ഞാൻ ഇവിടെ നിന്നിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു മിററാട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ട്രയംഫിൻ്റെ ഒരു ലോഗോയും ഒക്കെ വരുന്നുണ്ട്. മീറ്റർ നോക്കുന്ന ടൈമിൽ ഒരു പാർഷ്യലി ഡിജിറ്റൽ പാർഷ്യലി അനലോഗ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് 180 വരെ കൊടുത്തേപ്പോൾ ഉണ്ട്, ഏകദേശം ഒരു 150 അത്രയൊക്കെ വണ്ടി കയറും. ഈ വരുന്ന സ്വിച്ചസും കാര്യങ്ങളും നമ്മൾ നോക്കുന്ന ടൈമിൽ ലോ ബീം, ഹൈ ബീം, പിന്നെ ഈ മീറ്ററിലുള്ള സംഭവങ്ങൾ മാറ്റാനുള്ള മീറ്റർ ഒന്ന് ഓണാക്കി കാണിക്കാം. കണ്ടില്ലേ, മീറ്റർ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു മീറ്ററാണ് വരുന്നത്. ഇവിടെ ഇഗ്നിഷൻ ഓഫാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ അത് മാറും. സൈഡ് സ്റ്റാൻഡ് വാണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. കൊള്ളാം കേട്ടോ. മീറ്റർ ഭയങ്കര വലിയൊരു മീറ്ററാണ്. മറ്റേ ഇത് ഓണായി വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുന്നത്. 39.5 bhp വണ്ടിക്ക് വരുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റേ നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ ഇരിക്കുന്നില്ല, അത് ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് സ്പീഡ് 400 എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. അതിൻ്റെ ഷാസിയുടെയൊക്കെ ഇത് പോയേക്കുന്നുണ്ടല്ലേ, അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആണെങ്കിൽ സീറ്റ് ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ 5.5 കേട്ടോ. എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് അത്യാവശ്യം രണ്ട് സൈഡും എനിക്ക് കാലെത്തുന്നുണ്ട്, ജസ്റ്റ് എത്തുന്നേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാന്റഡ് ഫുട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ പറ്റുന്നുണ്ട്. അത്യാവശ്യം വലിയ വെയിറ്റും വണ്ടിക്ക് വരുന്നില്ല കേട്ടോ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടില്ല, കൊള്ളാം കേട്ടോ, കിടിലായിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയംഫ് എന്നൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. ബാക്കിലോട്ട് വരുമ്പോൾ സീറ്റിലും ട്രയംഫ് എന്ന് എഴുതിയപ്പോൾ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഗ്രാബ് റെയിലാണ് കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. നമ്മുടെ നമ്പർ പ്ലേറ്റ്സ് വരുന്നത് ഇവിടെ. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന ടൈമിൽ ഇവിടെ 400X ആണ് വരുന്നത്. ഇതൊരു സ്ക്രാംബ്ലർ വേരിയൻ്റ് കേട്ടോ ഈ വരുന്നത്. എന്തോ അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. എനിക്ക് റെഡിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് മറ്റേ ഗ്രീനാണ്. മറ്റേ ട്രയംഫിൻ്റെ ഒരു സ്പെഷ്യൽ കളറില്ല, ആ ഗ്രീന്, അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. നമുക്ക് ആ വണ്ടി കാണിക്കാം കേട്ടോ. എനിക്ക് റെഡിനെക്കാട്ടി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇത് വേറെ കാണിക്കാനായിട്ട് ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഒരു ടോപ്പ് ബോക്സ് സംഭവം വെച്ചപ്പോണ്ട് ആക്സറിയ കണ്ടില്ലേ. അത്യാവശ്യം ഒരു ബൾക്ക് വണ്ടിയായിട്ട് ഇത് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ
ഇതേണ്ട ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ ഗ്രീൻ വണ്ടി കേട്ടോ. ഓ, ഇതിൻ്റെ കളർ കണ്ടില്ല, നല്ല രസമുണ്ട്. ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറാണ് ഇത്. കൊള്ളാം കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതിൻ്റെ. ഇതേ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മൾ 400 കണ്ടുവന്ന അതേ മറ്റേ ഹെഡ്ലൈറ്റ് ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അന്നെങ്കിൽ ഇതിനകത്തൊരു ഗ്രില്ല് വരുന്നുണ്ട് കേട്ടോ, മറ്റേ ഓഫ് റോഡൊക്കെ പോകുന്ന ടൈമിൽ ഇത് തെറിക്കാതിരിക്കാനുള്ള. ഇതിൻ്റെ ആണെങ്കിൽ സസ്പെൻഷൻ ട്രാവൽ കുറച്ചുകൂടെ കൂടുതലല്ല. മറ്റേ സ്പീഡ് 400 വെച്ച് നോക്കുമ്പോൾ എക്സിന് കുറച്ചുകൂടെ സസ്പെൻഷൻ ട്രാവൽ കൂടുതലല്ല. ഇതിൻ്റെ ഫ്രണ്ട് ടയറിന് അത്യാവശ്യം വലിപ്പ കൂടുതലും ഉണ്ട്. ഒരു ഡ്യുവൽ പർപ്പസ് ടയറാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. അത്യാവശ്യം മെറ്റൽ ഇതാണ് കേട്ടോ. മറ്റേ ബീക്ക് ഇത് വന്നിട്ടില്ല, ഇത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ബീക്ക്. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുന്ന ടൈമിൽ ഇത് കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ ട്രയംഫിൻ്റെ ഒരു ഇതും കൊടുത്തേപ്പോൾ ഉണ്ട്. ചെറിയൊരു ഇതൊക്കെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തേപ്പോൾ ഉണ്ട്. മറ്റേത് നമ്മൾ കണ്ടുവന്നതുപോലെ ബാരൻ മിറൈസ് അല്ല ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതിനകത്ത് അല്ലാത്ത നോർമലായിട്ടുള്ള മിറൈസാണ് വന്നേക്കുന്നത്. ഇതിൽ പിന്നെ ഒരു നെക്കിൾ ഗാർഡ് സംഭവം കൊടുത്തേപ്പോൾ ഉണ്ട് കേട്ടോ. ഇത് ക്ലച്ച് പ്ലേ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുള്ള ക്ലച്ച് ഫീലാണ്. ആണെങ്കിൽ ഇതേ ആസ് യൂഷ്വൽ ഇതിനകത്തും റേഡിയേറ്റർ വരുന്നുണ്ട്. റേഡിയേറ്ററിനകത്ത് ഒരു ഗ്രില്ലും വരുന്നുണ്ട് കേട്ടോ. സിംഗിൾ പീസ് ഹോണാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഈ കളറാണ് കേട്ടോ രസമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്തൊരു ടാൻ ഗ്രിപ്പും കൊടുത്തേപ്പോൾ ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഇത്. അപ്പോൾ ഈ കളറാണ് ഗൈസ് കിഡിലുമായിട്ടുള്ളത്. പിന്നെ ഈ ഗോൾഡൻ ഫോർക്സും കിഡിലും കേട്ടോ കാണാനായിട്ട്. പിന്നെ ആണെങ്കിൽ ഇതേ നമ്മൾ സൈഡിലേക്ക് വരുമ്പം കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ മറ്റേത് 400, ഇതിനകത്ത് 400X എന്ന് കൊടുത്തേക്കുന്നത്. സ്ക്രാമ്പിൾ 400X എന്ന് ഇത് കൊടുത്തേക്കുണ്ട്. മറ്റേതിനകത്ത് സ്പീഡ് 400 എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തും മീറ്റർ രണ്ടിൻ്റെ ഏകദേശം സെയിം ആട്ടോ. ഇതേ കണ്ടില്ലേ, ആ കീ ഒക്കെ ഓണാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കണ്ടോ, ഒരു നമ്മൾ പ്രോപ്പർ ഒരു ട്രയംഫിൻ്റെ ഒരു കീ ഓണാക്കുന്ന പോലെ തന്നെ. ഇതേ കൊള്ളാം കേട്ടോ, നല്ല അത്യാവശ്യം നല്ല ഗ്രണ്ടുള്ളൊരു സൗണ്ടൊക്കെയാണ്. അതിന് തന്നെ ഇവിടെ ബാക്കിലോട്ട് വരുമ്പം നമ്മുടെ ബാക്ക് ബ്രേക്കിൻ്റെ റിസർവോയറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേയിൽ ഇവിടെ. ഇത് മറ്റേ ടോപ്പ് ബോക്സ് ഒക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും. മറ്റേതിനകത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ, അതേപോലെ ടോപ്പ് ബോക്സ് ഇതിനകത്ത് വെക്കാൻ പറ്റും. അതിന് ഒരു പ്രത്യേകം റാക്കൊക്കെ ഉണ്ട്. ഒരു പുറയിൽ ഇവിടെ ഇങ്ങനെ ഒരു റാക്ക് പോലത്തെ സംഭവം വരും. കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമുള്ളൂ ഇഷ്ടപ്പെടാഞ്ഞ്. ഇത്രയും വലിയ ബൾക്കായിട്ടുള്ള ഒരു ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് മാത്രമാണ് കുഴപ്പമില്ല, ഇതൂടെ വന്നേക്കുന്നതുകൊണ്ട് ഒരിത്. ഇതിനകത്ത് എക്സോസ്റ്റ് കണ്ടില്ലേ, എക്സോസ്റ്റ് കിഡിലുമായിട്ടുണ്ട് കേട്ടോ. ഒരു ബിഗ് ട്രയംഫിലൊക്കെ കണ്ടു വന്നേക്കുന്ന പോലുള്ള ഒരു എക്സോസ്റ്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. മറ്റേ ഡ്യുവൽ പൈപ്പ് വന്നേക്കുന്നത്, ഡ്യുവൽ എക്സോസ്റ്റാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്, കിടിലം. നമ്മളിങ്ങോട്ട് നോക്കുന്ന ടൈമിൽ ടൈസ് വന്നേക്കുന്നുണ്ടില്ലേ, അത്യാവശ്യം ഡ്യുവൽ പർപ്പസ് ടൈസ് ആയിരുന്നേക്കുന്നത്. അത്യാവശ്യം 150 സൈസ് എന്തോ ടൈസിന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സാരി ഗാർഡ് സംഭവം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തെല്ലാം ട്രയംഫ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ സ്കാമ്പിൾ 400X ഇവിടെ സിൽവറിൽ കൊടുത്തേക്കോട്ടോ, ഇത് കൊള്ളാം. ഇതിനകത്ത് മറ്റേ ഇത് ഇളക്കാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ, നമുക്ക് ഇതാക്കാൻ പറ്റും. മറ്റേ ഡ്യുവൽ മറ്റേ ഓഫ് റോഡ് പോകുന്ന ടൈമിൽ നമുക്ക് മറ്റേ സ്പൈക്സ് ആയിട്ടുള്ള ഇതുമായിട്ട് യൂസ് ചെയ്യാം. എല്ലാത്തിനും ട്രയംഫിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തേപ്പോൾ ഉണ്ട്. കൊള്ളാം കേട്ടോ. മറ്റേ ആ ഫ്രണ്ടിലത്തെ ബീക്കും സംഭവങ്ങളും വരുന്നില്ല, അത് മാത്രമേ ഉള്ളൊരു ഇതായിട്ട് തോന്നിയത്. ഇതിനെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇതിനകത്ത് അത്യാവശ്യം വലിയ ടയേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റേ 400X കേട്ടോ, നൈസ്. ക്വാളിറ്റി ഒക്കെ കണ്ടില്ലേ, കിടിലം ക്വാളിറ്റി കേട്ടോ. നമുക്കിനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഗൈസ്, ഇതാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത് കേട്ടോ, എക്സോസ്റ്റ് നോട്ട് വരുന്നത്. നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്തത്, ഇപ്പം എന്തോ ചെറിയൊരു പണി കിട്ടി, അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഗ്രൗണ്ട് ഒരു ബേസും ഒക്കെ തോന്നുന്നുണ്ട്. കിടിലം കേട്ടോ, നന്നായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കേൾക്കാം. ഇതിൻ്റെ കേട്ടില്ലേ, ഇത് ഓൾമോസ്റ്റ് 2 ഇഞ്ച് സേക്കില്ല കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇത് കേട്ടില്ലേ, ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കില്ല. കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട് 400Xൻ്റെ കേട്ടോ. ലാസ്റ്റ് ഇതിൻ്റെ പ്രൈസ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഞാൻ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ സ്പീഡ് 400 ഇല്ലേ, സ്പീഡ് 400ൻ്റെ വരുന്നതെന്ന് വെച്ചാൽ 3,07,000 സംതിങ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അതേസമയം നമ്മുടെ സ്കാംബ്ലർ എക്സിൻ്റെ വരുമ്പോഴത്തേക്ക്
3,44,000 സംതിങ് വരുന്നുണ്ട് ഇതിന്. രണ്ടും തമ്മിൽ വലിയ റേറ്റ് വ്യത്യാസമില്ല, ഏകദേശം ഒരു 36,000 വ്യത്യാസം എന്ത് വരുന്നുള്ളു. എനിക്കറിയാം ഇത് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കിനിയാണെങ്കിൽ ഇതിൻ്റെ ആക്സറീസ് ഒക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ ഒന്ന് റേറ്റ് നോക്കാം. ഇത് വരുന്നത്, ഇത് ടൈഗറിൻ്റെ ഹീറ്റഡ് ഗ്രിപ്സ് ആട്ടോ. ഇതിന് ഏകദേശം ഇതിൻ്റെ ബാക്ക് റേറ്റ് കൊടുത്തേപ്പാണ്, ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് 23K ഇതിന് വരുന്നത് കേട്ടോ. ഇത് ഹീറ്റഡ് ഗ്രിപ്സാണ് ടൈഗറിൻ്റെ. ഇത് 300 മറ്റേ ഇത് നമ്മുടെ സ്പീഡിൻ്റെ വരുന്ന ടാങ്ക് പാഡില്ലേ, അതാണ് ഇത് വരുന്നത്. 1300 സംതിങ് ഇതിന് വരുന്നുള്ളൂ. അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ. ഇത് 7000 സംതിങ് വരുന്നുണ്ട്. സ്പീഡ് 400-ൻ്റെ സീറ്റാണ് വരുന്നത്. ഇതിനകത്ത് പിന്നെ കുറച്ച് ആക്സറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണെങ്കിൽ നമ്മളെ വൈസർ വെച്ചേപ്പോൾ ഉണ്ട് കേട്ടോ, ചെറിയൊരു കുട്ടി വൈസർ വെച്ചേപ്പോൾ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മളിങ്ങോട്ട് വരുമ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, അതിൻ്റെ റാക്കും മറ്റേ ആ ടോപ്പ് ബോക്സ് സംഭവമാണ് ഇത്. പിന്നെ ആണെങ്കിൽ ഇപ്പുറത്ത് ഒരു സൈഡ് ബാഗും വെച്ചേപ്പോൾ ഉണ്ട്. സൈഡ് ബാഗിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കാണും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ട്രയംഫിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് തന്നെ നോക്കണം. ഇതേ ഗൈസ്, ഇവിടെ 400X ഇരിപ്പുണ്ട് കേട്ടോ. സർവീസ് കോസ്റ്റ് വരുന്ന ഒരു 2000 സംതിങ് ആണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം പെയ്ഡ് സർവീസിൻ്റെ ഇതുവരെ ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. വേറെ ബാക്കിയുള്ള ഇതിൻ്റെ പാർട്സിൻ്റെ ഒരു റേറ്റൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു KTMൻ്റെ റേഞ്ചിലൊക്കെ വരുത്തുള്ളതെന്നാണ് നമുക്ക് ഇവിടെ അന്വേഷിച്ചപ്പം അറിയാൻ പറ്റിയത്. നമുക്കിത് കറക്റ്റ് അറിയത്തില്ല. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്, കിടിലം. അതിനും ഇതിൻ്റെയും കൂടെ സീറ്റ് ഹൈറ്റ് ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, അല്ലാതെ വേറെ വ്യത്യാസങ്ങൾ മെയിനായിട്ട് വരുന്നില്ല. പിന്നെ ബാക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. എനിക്കറിയാം ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.